ഹായ് ആൾ, വെൽക്കം ബാക്ക് ടു എജൂബ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നലെ ചെയ്ത വീഡിയോൻ്റെ തന്നെ കണ്ടിന്യൂറ്റി ആണ്. ഇന്നലെ നമ്മൾ സെലക്ഷൻ പോസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ നോട്ടിഫിക്കേഷൻ തന്നെയാണ് ഇപ്പോഴും ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഡേറ്റ് 2-ാം തീയതിയാണ് വന്നത്. അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 23-ആണ്. ആ കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോയ്ക്ക് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൂടുതല. പല ആൾക്കാരും ഇപ്പം നമുക്ക് എൻക്വയറീസ് വന്നതാണെങ്കിലും അപ്ലൈ ചെയ്യുമ്പോൾ സാറേ +2 പോരെ, അല്ലെങ്കിൽ ഡിഗ്രി ഉണ്ടെങ്കിൽ എനിക്ക് ഈ പോസ്റ്റ് അപ്ലൈ ചെയ്യാലോ, മെട്രിക്കുലേഷൻ ഉണ്ടെങ്കിൽ ഇന്ന പോസ്റ്റ് അപ്ലൈ ചെയ്യാലോ എന്ന് ചോദിച്ചിട്ടാണ് പല ആൾക്കാരും എൻക്വയറീസ് വന്നത്. അപ്പോൾ ഇന്നലെ വീഡിയോ തന്നെ ഞാൻ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ പോസ്റ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഈ പോസ്റ്റ് ഡീറ്റെയിൽസ് കൂടുതലായിട്ട് അറിഞ്ഞിട്ട് മാത്രമേ അപ്ലൈ ചെയ്യാവൂ എന്ന് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കാര്യത്തിനെ പറ്റി കൂടുതൽ സംസാരിക്കാനാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ഇത് സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ആ നോട്ടിഫിക്കേഷനകത്ത് ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്ന നമ്മുടെ KKR റീജിയനിലേക്ക് ഉള്ള നോട്ടിഫിക്കേഷൻസ് ആണ്. KKR വരുന്നത് ഏകദേശം നമ്പർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം 100 മുതലാണ് KKR റീജിയനിലേക്കുള്ള പോസ്റ്റുകൾ സ്റ്റാർട്ട് ആവുന്നത്. അപ്പോൾ ഈ പോസ്റ്റ് കോഡ് എന്ന് പറയുന്നത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതാണ് നോക്കേണ്ടത്. പോസ്റ്റ് കോഡ് ഇമ്പോർട്ടൻ്റ് ആണ്. 103 മുതൽ ഏകദേശം ഏതുവരെ 135 വരെ 34 വരെ 134 വരെയുള്ള പോസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KKR റീജിയനിൽ വിളിച്ചേക്കുന്ന പോസ്റ്റിനാണ്. അത്യാവശ്യം ഒരുപാട് പോസ്റ്റുകൾ തന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ പല ആൾക്കാരും പോസ്റ്റ് നോക്കുന്നുണ്ട്, ഡിപ്പാർട്ട്മെന്റ് നോക്കുന്നുണ്ട്, ഏജ് നോക്കുന്നുണ്ട്, പേ ലെവലും കാര്യങ്ങളും നോക്കി. ഇവിടെ എഡ്യൂക്കേഷൻ സ്റ്റാറ്റസ് വരുന്ന സമയത്ത് ഇവിടെ കൊടുക്കുന്നു ഹയർ സെക്കൻഡറി, അതുപോലെ തന്നെ ഗ്രാജുവേഷൻ, മെട്രിക്കുലേഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് മാത്രം നോക്കിയിട്ട് പോയി അപ്ലൈ ചെയ്ത ആൾക്കാരുണ്ട്. നിങ്ങൾ ഇത് മാത്രം നോക്കിയിട്ടല്ല അപ്ലൈ ചെയ്യാനുള്ളത്. അതാണ് ഒരു പ്രധാന കാര്യം. അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ഈ പരീക്ഷ എഴുതിയാലും ഇതിൻ്റെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ പോകുമ്പോൾ ഈ പോസ്റ്റിന് അഡീഷണൽ ക്വാളിഫിക്കേഷൻ എന്തെങ്കിലും വേണമെന്നുള്ളത് നോക്കാതെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് വെറുതെ ക്യാൻസൽ ആയി പോകും. അപ്പോൾ നിങ്ങൾ വെറുതെ പൈസ കൊടുത്ത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ വേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാനാണ് നോട്ടിഫിക്കേഷനകത്ത് രണ്ടാമത്തെ പേജിൽ ഈ പറഞ്ഞിരിക്കുന്ന ലിങ്ക്, പോസ്റ്റ് ഡീറ്റെയിൽസിന്റെ ലിങ്ക് വന്നിട്ടുള്ളത്. അപ്പം ഈ ലിങ്ക് ഇവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്ത് പോകാനായിട്ട് പറ്റത്തില്ല. ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനകത്ത് ആ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എളുപ്പം ആ ലിങ്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോസ്റ്റ് ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് നോക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ആ ലിങ്കിനകത്ത് ആ ലിങ്കിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ വരാൻ പോകുന്ന ഇന്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും. നിങ്ങൾക്ക് ആ ലിങ്കിനകത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ വരാനായിട്ട് പോകുന്നത്. അവിടെ നോക്കുന്ന സമയത്ത് സെലക്ട് എക്സാമിനേഷൻ ആണ് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഏതാണ് നമ്മളിപ്പോൾ നോക്കുന്ന ഫേസ് 13 2025 വിളിച്ച് ഫേസ് 13 എക്സാമിനേഷൻ ആണ് നോക്കുന്നത്. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് റീജിയൻ, ഞാൻ നേരത്തെ പറഞ്ഞു സെൻട്രൽ റീജിയൻ ഉണ്ട്, ഈസ്റ്റേൺ റീജിയൻ, വെസ്റ്റേൺ റീജിയൻ എല്ലാം ഉണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ കേരളത്തിലുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ ജോലി അടുത്ത് ചെയ്യാനായിട്ട് നോക്കും. അപ്പോൾ കേരള കർണാടക റീജിയൻ ആയിരിക്കും കൂടുതൽ ആൾക്കാരെ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കേരള റീജിയൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സെർച്ച് കൊടുത്താലും നിങ്ങൾക്ക് കിട്ടുന്ന കണ്ട നേരത്തെ അവിടെ കണ്ട കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും കാണാൻ പറ്റുക. പോസ്റ്റ് കാറ്റഗറി നമ്പർ, പോസ്റ്റ് കോഡ് ഉണ്ട്, അതുപോലെ തന്നെ പോസ്റ്റ് നെയിം ഉണ്ട്, പേ സ്കെയിൽ ഉണ്ട്, അതുപോലെ തന്നെ റീജിയൻ കാര്യങ്ങളെല്ലാം ഉണ്ട്. നിങ്ങൾ നോക്കുന്ന സമയത്താണെങ്കിൽ ഇവിടെ നേരത്തെ പറഞ്ഞ 103 മുതൽ 134 വരെയുള്ള പോസ്റ്റുകളാണ് ഞാൻ പറഞ്ഞ ആ പോസ്റ്റുകളെല്ലാം ഇവിടെ അവൈലബിൾ ആവും. ഏത് പോസ്റ്റാണ് 1, 2, അടുത്ത പേജ് 3, 4 പേജിലായിട്ടാണ് അവരെന്ത് ചെയ്തിട്ടുള്ളത്, പോസ്റ്റുകളെല്ലാം കാണിച്ചിട്ടുള്ളത്. ഈ പോസ്റ്റിൽ ഇനി നിങ്ങൾ നോക്കേണ്ട കാര്യം, ഇവിടെ നിങ്ങൾ നേരത്തെ ആണെങ്കിൽ അവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഈ ഒരു കോളത്തിനകത്ത് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് +2 അല്ലെങ്കിൽ ഡിഗ്രി അല്ലെങ്കിൽ മെട്രിക്കുലേഷൻ എന്ന് പറഞ്ഞ പോസ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ക്വാളിഫിക്കേഷൻ എന്ന സാധനം ഇവിടെ കൊടുത്തിട്ടില്ല. ഇതിന്റെ ഈ ഒരു പേജിന്റെ പ്രധാന ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് +2 മാത്രമല്ല, അതിന്റെ മുകളിൽ എന്താണ് ആവശ്യം, ആ ഒരു പോസ്റ്റിലേക്ക് മത്സരിക്കാനായിട്ട് അതിന്റെ മുകളിൽ എന്താണ് ആവശ്യം എന്നുള്ളത് നോക്കാനായിട്ടാണ് ഈ ഒരു പേജ്. നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഐയുടെ സിമ്പൽ കാണാം. ഇപ്പോൾ ഫസ്റ്റ് ഞാൻ ഇവിടെ KKR കേരള കർണാടക റീജിയനിൽ KK13225 എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് കോഡില് ഡ്രൈവർ കം മെക്കാനിക് ജനറൽ സെൻട്രൽ സർവീസ്, അതാണ് ഫസ്റ്റ് പോസ്റ്റ്. അവിടെ പേ സ്കെയിൽ വരുന്ന ലെവൽ 3 21,700 മുതൽ 69,100 ശമ്പളം. എങ്കിൽ ഈ പോസ്റ്റ് കാണുമ്പോൾ തന്നെ ഡ്രൈവർ ആണ്, ലെവൽ 3 +2 ആണ് ക്വാളിഫിക്കേഷൻ, എനിക്ക് അപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞ് കയറിയെങ്കിൽ അപ്ലൈ ചെയ്യും. അത് അപ്ലൈ ചെയ്യുമ്പോൾ മെയിൽ ആണെങ്കിൽ 100 രൂപ ചിലവാകും, ഫീമെയിൽ ആണെങ്കിൽ ഓക്കെ ഫീസ് ഇല്ല. നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പോസ്റ്റിന് നിങ്ങൾ എലിജിബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ ഈ ഒരു ഐയുടെ സിമ്പൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തുണ്ട്, ആ പോസ്റ്റിന്റെ ഫർദർ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എവിടെ ആയിരിക്കും ഫസ്റ്റ് പോസ്റ്റിംഗ് എന്ന് ഉൾപ്പെടെ ഉള്ള കാര്യം ഇതിനകത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നിങ്ങൾ നോക്കിയാൽ തന്നെ
കാണാൻ എന്താ പോസ്റ്റ് ഡീറ്റെയിൽസ്, പോസ്റ്റ് കോഡ്, പോസ്റ്റ് നെയിം, ഇനിഷ്യൽ പ്ലേസ് ഓഫ് പോസ്റ്റിംഗ്. എവിടെയാണ് ഇനിഷ്യൽ പോസ്റ്റിംഗ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ രാജസ്ഥാനിലാണ് ഇത് ഫസ്റ്റ് ഇനിഷ്യൽ പോസ്റ്റിംഗ് വരുന്നത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് കൂടുതൽ താഴോട്ട് പോകുന്ന സമയത്ത് എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ്, ലെവൽ ഓഫ് എക്സാമിനേഷൻ, മെട്രിക്കുലേഷൻ. ലെവൽ 3 ആണ്, മെട്രിക്കുലേഷൻ അകത്താണ് എക്സാം വരുന്നത്. നിങ്ങൾ ഈ സാധനമേ എവിടെ കാണത്തുള്ളൂ? നോർമൽ നോട്ടിഫിക്കേഷനകത്ത് കാണത്തുള്ളൂ. ലെവൽ ഓഫ് എക്സാമിനേഷനും മെട്രിക്കുലേഷൻ രണ്ടാണെന്നേ കാണത്തുള്ളൂ. അതിന്റെ താഴെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന സാധനം ഉണ്ട്. അതിനാണ് ഇമ്പോർട്ടൻസ്. നിങ്ങൾ അതിലാണ് കൂടുതൽ വെയിറ്റേജ് കൊടുക്കേണ്ട കാര്യം. അതിനാണ് കൂടുതൽ വെയിറ്റേജ് കൊടുക്കേണ്ടത്. ആ കാര്യം പറയാൻ കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് കാണാതെ പോയി നിങ്ങൾ അപ്ലൈ ചെയ്യരുത്. ഒന്നുകൂടെ നോക്കി കറക്റ്റായിട്ട് മനസ്സിലാക്കി പോയി അപ്ലൈ ചെയ്യുക. അപ്പോൾ നേരത്തെ 10 ക്വാളിഫിക്കേഷൻ ഈ പോസ്റ്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വെറും 10. 10th സ്റ്റാൻഡേർഡ് മെട്രിക് പാസ് ഫ്രം റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ബോർഡ് ഓർ പൊസസിംഗ് എ വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഫോർ ബോത്ത് ലൈറ്റ് ആൻഡ് ഹെവി മോട്ടോർ വെഹിക്കിൾസ്. ലൈസൻസ് വേണം. ഏതൊക്കെ? ഹെവിയും വേണം, അതുപോലെ തന്നെ നോർമൽ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസും വേണം. അതോടൊപ്പം തന്നെ വിത്ത് 3 years എക്സ്പീരിയൻസ് ഇൻ ഡ്രൈവിംഗ് ഡീസൽ ആൻഡ് പെട്രോൾ വെഹിക്കിൾസ്, സർട്ടിഫിക്കറ്റ് ഫ്രം ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഓർ മോട്ടോർ മെക്കാനിക്, പാസിംഗ് ഡ്രൈവിംഗ് ടെസ്റ്റ്. അതാണ് അതിന്റെ എന്താണ് അഡീഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് 10th ക്ലാസ് ഉണ്ട്, എനിക്ക് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ഉണ്ട്, ഹെവി ലൈസൻസ് ഉണ്ടെന്ന് പറഞ്ഞ് ചാടിക്കയറി തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? അപ്ലൈ ചെയ്യുന്നത് കുഴപ്പമില്ല. നിങ്ങൾക്ക് എക്സാം എഴുതാനായിട്ട് പറ്റും. പക്ഷേ നിങ്ങൾ എക്സാം പാസ്സായി ഫർദർ പോകുന്ന സമയത്ത് എന്ത് ചെയ്യത്തില്ല? ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വരുമ്പോൾ ഈ കാര്യം അങ്ങ് സ്റ്റോപ്പ് ആവും. ഡോക്യുമെന്റ് വെരിഫിക്കേഷന് മുന്നേ തന്നെ സെലക്ഷൻ പോസ്റ്റിന് നമുക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ള ഒരു കാര്യമുണ്ട്. നമ്മൾ സർട്ടിഫിക്കറ്റ് പോസ്റ്റിൽ വഴി അയച്ചു കൊടുക്കണം. ആ സർട്ടിഫിക്കറ്റ് അപ്ലോഡിങ് വരുന്ന സമയത്ത് തന്നെ ഇവർ ഈ പറഞ്ഞ എന്താണ് സർട്ടിഫിക്കറ്റ് ഫ്രം ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ഓട്ടോമൊബൈൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് 3 year എക്സ്പീരിയൻസ് ഉണ്ടെന്നുള്ള ആ ഒരു ഇതും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, ഈ സാധനങ്ങളെല്ലാം കൂടെ പോസ്റ്റ് ചെയ്താൽ മാത്രമേ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആയിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേര് വരത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു ഗുണവും ഇല്ല. അതാണ് ഞാൻ പറയുന്നത്. എപ്പോഴും നിങ്ങൾ നോക്കുന്നത് നിങ്ങൾ ഏത് റീജിയൻ ആണ്. ഇവിടെ ഞാൻ KKR റീജിയൻ ആണ്, അവിടെ റീജിയൻ സെലക്ട് ചെയ്ത് കൊടുത്ത്. നിങ്ങൾ സെൻട്രൽ റീജിയൻ ആണ് സെലക്ട് ചെയ്യണമെങ്കിൽ സെൻട്രൽ റീജിയനിലുള്ള പോസ്റ്റ് വരും. വെസ്റ്റേൺ റീജിയൻ ആണ് സെലക്ട് ചെയ്യണമെങ്കിൽ വെസ്റ്റേൺ റീജിയനിലുള്ള പോസ്റ്റ് വരും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നോക്കുക. ആ കാര്യങ്ങളിൽ കൊണ്ടുപോയാൽ മാത്രമേ പോസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ലാതെ അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. ഇത് നിങ്ങൾക്ക് എല്ലാ പോസ്റ്റിനും അവൈലബിൾ ആണ്. ഞാൻ ഇപ്പോൾ ഫസ്റ്റ് പോസ്റ്റാണ് ഇവിടെ കാണിച്ചത്. ഇത് നിങ്ങൾക്ക് എല്ലാ പോസ്റ്റിനും അവൈലബിൾ ആണ്. ഓക്കെ, നിങ്ങൾ അടുത്ത പോസ്റ്റ് നോക്കിയാലും കാരണം അടുത്ത പോസ്റ്റ് എന്താണ്? ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ അസിസ്റ്റന്റ്. ഇവിടെ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ അസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ലെവൽ 6 ആണ് വരണത്. ഓക്കെ, പേ സ്കെയിൽ നോക്കാം. നിങ്ങൾ പലപ്പോഴും എല്ലാവരും നമ്മൾ സാലറി മാത്രം നോക്കും. പേ സ്കെയിൽ നോക്കുമ്പോൾ 35,400-നും 1,12,400-നും ഇടയ്ക്കാണ് എന്ത് വരുന്നത്? പേ സ്കെയിൽ വരുന്നത് ലെവൽ 6-ന്റെ. എന്നാൽ അതിന്റെ അഡീഷണൽ ക്വാളിഫിക്കേഷൻ, എസെൻഷ്യൽ ക്വാളിഫിക്കേഷനിൽ നോക്കുന്ന സമയത്താണ് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, ബാച്ചുലർ ഡിഗ്രീസ് ഇൻ ലൈബ്രറി സയൻസ് ഓർ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ്. അപ്പോൾ എപ്പോഴും ഡിഗ്രി ഡിഫറൻ്റ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ചില ആൾക്കാർ BSc അഗ്രികൾച്ചർ ചെയ്തിട്ടുണ്ടാവാം, അതുപോലെ തന്നെ ലൈബ്രറി സയൻസ് ഡിഗ്രി ചെയ്തിട്ടുണ്ടാവാം. അതുപോലെ ചെയ്തിട്ടുള്ളവർ നോക്കേണ്ട കാര്യമാണ് ബാച്ചുലർ ഡിഗ്രി ഇൻ ലൈബ്രറി സയൻസ് ഓർ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, ആ ഒരു ക്വാളിഫിക്കേഷൻ നോർമൽ ബാച്ചുലേഴ്സ് ഡിഗ്രി അല്ല, നോർമൽ BSc BA അല്ല. അതിനോടൊപ്പം ഏതാണ് കറക്റ്റായിട്ട് വേണ്ട എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ നോക്കി മാത്രമേ എപ്പോഴും പോസ്റ്റ് അപ്ലൈ ആവും. അല്ല ചെയ്തിട്ട് ഒരു ഗുണവും ഇല്ല. അതുകൊണ്ട് ഒരു ഗുണമില്ല. വെറുതെ പരീക്ഷ ഒന്ന് മോക്ക് ടെസ്റ്റ് ചെയ്യണമല്ലോ ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ പരീക്ഷയുടെ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ക്വാളിഫിക്കേഷൻ അവൈലബിൾ ആവുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് ഒരിക്കലും ഈ ക്വാളിഫിക്കേഷൻ മാത്രമുള്ള പോസ്റ്റ് മാത്രമല്ല വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആണ്, അല്ലെങ്കിൽ പർട്ടിക്കുലർ ഡിഗ്രി വേണമെന്നില്ല. അല്ലാത്ത പോസ്റ്റുകളും ഇതിനകത്ത് വിളിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഞാൻ അതിനകത്ത് തന്നെ 3ാമത്തെ പോസ്റ്റാണ് എടുത്ത് ഒന്നുകൂടെ കാണിച്ചു തരാം. 3ാമത്തെ പോസ്റ്റ് ചെയ്ത ടെക്നിക്കൽ ക്ലർക്ക് എക്കണോമിക്സ്. അപ്പോൾ അതാണ് 3ാമത്തെ പോസ്റ്റ് വിളിച്ചത്. അതിനകത്ത് നോക്കുന്ന സമയത്താണെങ്കിൽ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഹയർ സെക്കൻഡറി +2, 12th പാസ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് ബോർഡ് ഓർ യൂണിവേഴ്സിറ്റി. ഇത്ര മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ആർക്ക് വേണം അപ്ലൈ ചെയ്യാം. +2 പഠിച്ച ആർക്ക് വേണം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതാണ് ശ്രദ്ധിക്കേണ്ടത്.
ഓരോ പോസ്റ്റിനും അതിൻ്റെതായിട്ടുള്ള എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ കോമൺ ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന പോസ്റ്റും ഉണ്ട്. വെറൈറ്റി ആയിട്ട് ഡിഗ്രി ചെയ്ത അല്ലെങ്കിൽ പോളി IT-നകത്തൊക്കെ നിങ്ങൾ വെറൈറ്റി ട്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് ഉള്ള പോസ്റ്റ് ഉണ്ട്. എഞ്ചിനീയറിംഗിലും നിങ്ങൾ ഇലക്ട്രിക്കൽ എടുത്തിട്ടുണ്ട്, മെക്കാനിക്കൽ എടുത്തിട്ടുണ്ട്, അത് ബേസ് ചെയ്തിട്ടുള്ള പോസ്റ്റുകളുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാം മനസ്സിലാക്കി ക്വാളിഫിക്കേഷൻ കറക്റ്റായിട്ട് നോക്കി മാത്രം എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് നിൽക്കുക. അല്ലാതെ അപ്ലൈ ചെയ്യരുത്. ഈ പോസ്റ്റ് ഡീറ്റെയിൽസ് നോക്കാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കാണും. അതുപോലെ തന്നെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് കൂടെ കൊടുക്കും. നിങ്ങൾ ആ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് വളരെ ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു തന്നിട്ടുള്ള നമ്മൾ കാര്യങ്ങൾ ആ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് കണ്ട് മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. അടുത്ത ഞങ്ങളുടെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വീഡിയോയും കൂടെ ചെയ്യും. എന്തായാലും ഈ സെലക്ഷൻ പോസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് ചെയ്യും. അതോടൊപ്പം തന്നെ എല്ലാവർക്കും കോമൺ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെ പോസ്റ്റുകളാണ്, ആ പോസ്റ്റിന്റെ കോഡ് നിങ്ങൾക്ക് ഇത്രയും ഇരുന്ന് നോക്കി പാടുപെട്ട് എടുക്കാതെ കുറച്ച് പെട്ടെന്ന് പോസ്റ്റ് കോഡ് എങ്ങനെ എടുത്ത്, പോസ്റ്റ് കോഡുകളെല്ലാം നമ്മൾ എടുത്ത് ഒന്ന് അറേഞ്ച് ചെയ്ത് എല്ലാവർക്കും കോമൺ ആയിട്ട് അപ്ലൈ ചെയ്യാം. ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതും +2 ക്വാളിഫിക്കേഷൻ, നോർമൽ ഡിഗ്രി, നോർമൽ +2 ക്വാളിഫിക്കേഷൻ ഉള്ള ആൾ, മെട്രിക്കുലേഷൻ ഉള്ള ആൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ഇവിടെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സെലക്ഷൻ പോസ്റ്റ് CGL, CHS, MTS ഇതിലെല്ലാം വേണ്ടിയിട്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യാം. 3 മാസത്തിൽ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബാച്ച് SSC CGL അർച്ചീവർ ബാച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ നെയ്യാറ്റിങ്കര, ട്രിവാൻഡ്രം ബാച്ചുകളിലായിട്ടാണ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. 11-ാം തീയതിയാണ് ബാച്ച് ഓപ്പണിംഗ് ഡേറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിച്ചോളുക. നിങ്ങൾക്ക് നല്ലൊരു അവസരമാണ്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് മുന്നിൽ ഓപ്പൺ ആവുന്നതുകൊണ്ട്. ഒരുപാട് എക്സാംസ് വരുന്നുണ്ട്. SSC തന്നെ കറക്റ്റ് അവർ പറഞ്ഞ ടെൻറ്റേറ്റീവ് കാലണ്ടർ ഡേറ്റ് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് എക്സാംസ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഡേറ്റ്സ് നാളെ നോട്ടിഫിക്കേഷൻ ഉണ്ട്, മറ്റന്നാളും നോട്ടിഫിക്കേഷൻ ഉണ്ട്. ഈ മാസം ഏകദേശം 8 നോട്ടിഫിക്കേഷൻസ് വരെ വരാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ ട്രൈ ഔട്ട് ചെയ്യുക, ചാനൽ ചെക്കൗട്ട് ചെയ്യുക, ഇതുമായിട്ട് കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ താങ്ക് യു.